കോടിക്കണക്കിന് ആളുകൾ തൊട്ടുതൊഴുന്ന പ്രാർത്ഥനയോടെ നിൽക്കുന്ന ക്ഷേത്രവിഗ്രഹങ്ങൾ നിർമ്മിച്ച ഒരു അത്ഭുത മനുഷ്യൻ. ഒരിക്കലും സിമൻറ്റ് വിഗ്രഹത്തിൽ ചൈതന്യം വരികയില്ല. കൂടുതലും നഗ്ന ശില്പങ്ങൾ ഈ അമ്പലങ്ങളുടെ ചുവരുകളിൽ കണ്ടിട്ടുണ്ട്. ഈ ലൈംഗികതയും ദേവനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്, അത് പരിശുദ്ധമാണെന്നാണ് ആ കാണിക്കുന്നതിനർത്ഥം. ഞാൻ പ്രതിഷ്ഠിച്ച വിഗ്രഹങ്ങൾ ഒരു 10,000-ലധികം വിഗ്രഹങ്ങൾ കേരളത്തിനകത്തും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഒരു ശില്പം നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ പൂജാതി കർമ്മങ്ങളൊന്നും ശില്പിയല്ല ചെയ്യുന്നത്. അല്ല, മാതാവാകുന്ന ശാസ്ത്രം കൊണ്ട് പിതാവാകുന്ന ശില്പി ചെയ്യുന്നതാണ് വിഗ്രഹം. ഒരു വിഗ്രഹം ചെയ്യുമ്പോൾ മനസ്സ് അതിലേക്ക് ഊന്നി ആ ധ്യാന ശ്ലോകങ്ങളെല്ലാം മനസ്സിൽ ഒതുക്കി ഉള്ളിയുടെ മുനയിൽ കൂടെ അത് കൊണ്ടുവരണം. അതൊരു വ്രതമാണ്. ആ വ്രതത്തിൽ കൂടെ അത് പണിതെടുക്കുമ്പം സ്വന്തം കുഞ്ഞിനെ നിർമ്മിക്കുന്ന പോലാണത്. നമ്മൾ പഴയ കാലം മുതൽ എൻ്റെ അച്ഛനും അപ്പൂപ്പനും ഒന്നും ക്ഷേത്രത്തിൽ പോയി ഇങ്ങനെ വണങ്ങി കുഞ്ഞ് നിൽക്കാറില്ല. മന്ത്രങ്ങൾ, ശ്ലോകങ്ങൾ എല്ലാം പുരാതനമായിട്ട് എല്ലാവരും പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അതൊക്കെ രഹസ്യമാണ്. ശില്പിയുടെ ഒരു ചിന്തയും കാര്യവും ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവൃത്തി ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഹൃദയഭാരങ്ങൾ ഇറക്കി വയ്ക്കാൻ ഒരു ഫോർമുല അവിടെ ഉണ്ട്. അത് ഭഗവാൻ ഈശ്വരൻ. ആ ഈശ്വരൻ്റെ മുമ്പിൽ കുമ്പിടുമ്പോഴേ ആ വിഗ്രഹം അതുപോലെ ചൈതന്യമുള്ളതായിരിക്കും. രാവണന് പുഷ്പക വിമാനമുണ്ട്, അത് കുബാരൻ്റെ ആയിരുന്നു. അത് രാവണൻ പോയി തട്ടിയെടുത്തതാണ്. ഇപ്പോൾ ഇവിടെ ഒരു ഹെലികോപ്റ്റർ പോകുന്നുണ്ട്, പക്ഷേ അതിനു മുമ്പേ ഇത് പുരാണത്തിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ആരുടെ സൃഷ്ടിയാണ്? വെള്ളക്കാർ ഇവിടെ വന്ന് ഇതൊക്കെ കണ്ടുപിടിച്ച് കൊണ്ടുവരുന്നതിന് മുമ്പേ ഭാരതത്തിലുള്ളവരിതെല്ലാം കണ്ടുപിടിച്ച് കഴിഞ്ഞിരുന്നു. ആ ശാസ്ത്ര തത്വം അറിയുന്ന ഒരു ശില്പി വേണം വിഗ്രഹം കൊത്താൻ. അല്ലെങ്കിൽ അത് പണി കിട്ടും, ശില്പിക്കും കിട്ടും, അത് പ്രതിഷ്ഠിച്ച ആളിനും നാട്ടുകാർക്കും രാജാവിനും കിട്ടും. ഈ വിഭാഗം ഉണ്ടോ എന്നുള്ളത് അറിയത്തില്ല. ഒരു പാരമ്പര്യ തൊഴിലാണെന്ന് പോലും ഭരിക്കുന്ന ഭരണകർത്താക്കൾക്ക് അറിയില്ല. അടുത്ത തലമുറയെ ഇതിലൊക്കെ ഒരു പൂർണ്ണമായിട്ട് വിടാൻ ആരും ഉദ്ദേശിക്കത്തില്ല. കല ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ സന്തോഷമല്ലേ, നമ്മളും പിന്നെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ്. നമ്മുടെ മനസ്സിൽ കൂടെ വരും ഭഗവാൻ താണ്ഡവം ആടുന്നതും കുട്ടികളും വാദ്യങ്ങളും, അല്ലെ ഭഗവാനെ ഇത് വിഷ്ണു ഭഗവാൻ അവിടെ പാലാഴി കിടക്കുന്നു, നമ്മൾ അതിൻ്റെ കൂട്ടത്തിലൊരാളാണെന്ന് തോന്നും ചില സമയങ്ങളിൽ. നമസ്കാരം. കഴിഞ്ഞ 31 വർഷമായി ക്ഷേത്രങ്ങളിലേക്കുള്ള വിഗ്രഹങ്ങളും ശില്പങ്ങളും നിർമ്മിക്കുന്ന ഒരു ശില്പിയുടെ കഥയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ആ കാഴ്ചകൾ നമുക്കൊന്ന് നേരിട്ട് കാണാം. നമസ്കാരം. നമസ്കാരം. ഒരുപാട് ശില്പങ്ങൾ ഇങ്ങനെ പണിത് പകുതിയാക്കി നിർത്തിയിരിക്കുന്നല്ലേ? അതെ അതെ. എത്ര വർഷമായി ശില്പകലയിൽ വന്നിട്ട്? ഞാനിപ്പോൾ ഒരു 31ാമത്തെ വർഷമാണ് ഈ ശില്പകലയിൽ വന്നിട്ട്. അപ്പോൾ അച്ഛനുണ്ടായിരുന്നു. അച്ഛൻ്റെ കൂടെ ഈ ജോലി പഠിച്ച് ചെയ്തതാണ് അച്ഛൻ്റെ കൂടെ. അതായത് പിന്നെ രവിവർമ്മ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫൈൻ ആർട്സ് പ്രീ ഡിഗ്രി കഴിഞ്ഞ സമയം ഞാൻ പഠിച്ചു. അതിനുശേഷം ബാംഗ്ലൂരിൽ ഓൾ ഇന്ത്യ ഹാൻഡിക്രാഫ്റ്റ്സിൽ ഈ വിഗ്രഹങ്ങളുടെ മാത്രമായിട്ടുള്ളൊരു കോഴ്സ് ഉണ്ടായിരുന്നു. അത് അഡ്വാൻസ്ഡ് ട്രെയിനിങ് ആയിരുന്നു. അത് അളവുകളെ, കണക്കുകളെ, ഷേപ്പ് എല്ലാം പഠിപ്പിച്ചു. അപ്പോൾ അച്ഛൻ്റെ ഒരു നിർബന്ധം ഉണ്ടായിരുന്നു, എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഫീൽഡിൽ വന്നു. അത് കഴിഞ്ഞ് പിന്നെ ക്ഷേത്രം പണി ഈ പാരമ്പര്യം ചെയ്യാറുണ്ട്, സിമെൻറ്റിലും ചെയ്യാറുണ്ട്, പിന്നെ ഊടിൽ, വെങ്കലത്തിൽ, പിത്തളയിൽ പ്രഭാമണ്ഡലങ്ങൾ, ശിവേലി ബിംബങ്ങൾ, പ്രധാന വിഗ്രഹങ്ങൾ, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കാലം മാറിയപ്പം പലരും ഇന്നും ഈ ഊടിലുള്ള വിഗ്രഹങ്ങൾ ചെയ്യുമ്പോൾ ഈ സ്റ്റാച്ചു ഒക്കെ ചെയ്യുമ്പോൾ വെള്ളി ചെയ്ത് ഒട്ടിക്കുന്നുണ്ട്. പക്ഷേ അത് സ്റ്റാച്ചുവിനാകാം, അത് മരിച്ച് ജീവിച്ച് പോയ ഒരാളിനെ പറ്റിയാണ്. ദേവതയ്ക്കാകുമ്പോൾ ഒരിക്കലും ഒരു വെൽഡിങ്ങോ ചേർക്കലോ പാടില്ല. അങ്ങനെ ഉണ്ട്. നമ്മുടെ ശരീരം പോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. ഒറ്റ പീസായിരിക്കണം. ആ നാളമുണ്ടേ, സ്ത്രീ പുരുഷ ബന്ധവുമായിട്ട് സൂചിപ്പിക്കുന്നതാണ് വിഗ്രഹത്തിൻ്റെ താഴെയുള്ള നാളം. സ്ത്രീയാണ് പീഠം, അതിലൊട്ട് ഈ പുരുഷ ലിംഗമാണ് ഈ നാളം എന്ന് പറയുന്നത്. ആ കുഴിയിലോട്ട് പോയിറങ്ങും, അത് ഒട്ടിച്ച് വെച്ചതാകരുത് ഒരിക്കലും. പക്ഷേ അത് പലരോടും എതിർക്കുന്നുണ്ട്, അത് ചെയ്യാൻ പാടില്ല ചെയ്യുന്നുണ്ടല്ലേ? ഉണ്ട്. എൻ്റെ അപ്പനാണെങ്കിൽ വിഗ്രഹം വാർക്കുമ്പോഴേ ഒരു വിരലോ എന്തെങ്കിലും ഭാഗത്ത് കിട്ടിയില്ലെങ്കിൽ വീണ്ടും അത് തല്ലിപ്പൊട്ടിച്ച് മെഴുകി പിടിച്ച് വാർക്കും. വീണ്ടും വാർക്കാറുണ്ട്. ആ ചിലവ് പകുതി സ്വന്തം വെക്കും, പകുതി കമ്മിറ്റിക്കാർ വെക്കും. അങ്ങനെയൊക്കെയാണ് ചെയ്യുക. പക്ഷേ അന്നും ടെക്നിക്കുണ്ട്, ഗ്യാസ് വഴി ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുക. ഒരിക്കലും ചെയ്യത്തില്ല, അത് ദോഷമാണെന്ന് പറയും. ആ ദോഷം എന്താണെന്ന് പറഞ്ഞിട്ടില്ല, അത് ദോഷമാണെന്ന് പറയും. പക്ഷേ ഇന്ന് പിന്നെ ശിലാവിഗ്രഹങ്ങൾ വരെ ഒട്ടിച്ച് കൊടുക്കേണ്ട രീതിയിൽ ഈ കെമിക്കൽസൊക്കെ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. അതൊന്നും യൂസ് ചെയ്യാൻ പാടില്ല ഈ വിഗ്രഹങ്ങളിൽ. അതൊക്കെ ഒരു ജീവനാണ്, അതൊരു ശാസ്ത്രം തന്നെയാണ്, നമ്മുടെ ശരീരം തന്നെയാണ്. ഈ ശരീരം ചെയ്യുമ്പോഴേ അത് ഒന്ന് പിന്നെ ഒരു ജോയിൻ്റ് ഒന്ന് കറക്റ്റ് ഡോക്ടർ ചെയ്താലും അത് കറക്കാനും പഴയ പൊസിഷനിലോട്ട് വരാൻ ബുദ്ധിമുട്ടല്ലേ? ഒടിഞ്ഞ കയ്യോ കാലോ കമ്പി ഇട്ടതാണെങ്കിൽ കമ്പി എടുത്താലും പഴയ ഇതിലേക്ക് വരാൻ മനുഷ്യന് ബുദ്ധിമുട്ടല്ലേ?
അതുപോലെ ആ ദേവ ചൈതന്യവും ആ വേദന അനുഭവിക്കും ആ ബിംബത്തിൽ. അതാണ് അത് കണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാവൂ. ഇവിടെ ചെയ്യുന്നുണ്ട് ഈ സിമെൻറ്റ് വിഗ്രഹങ്ങൾ ചെയ്യുന്നുണ്ട്, അതിലൊട്ടിക്കുക. ഒരിക്കലും സിമെൻറ്റ് വിഗ്രഹത്തിൽ ചൈതന്യം വരികയില്ല. അങ്ങനെയുണ്ട്. ശിലയിലും ഈ ഓടിലും മാത്രമേ വരുള്ളൂ. പിന്നെ ദാരുവിലും വരും, അത് ഒട്ടിക്കാത്തതാണെങ്കിൽ. ദാരു എന്ന് വെച്ചാൽ തടിയിൽ അത് വന്നു കഴിഞ്ഞാൽ കൂടുതലും അത് പ്രതിഷ്ഠയ്ക്ക് എടുക്കാത്തത് ദീപാരാധനയ്ക്ക് ഒഴിയുമ്പോഴും അതിന് അഭിഷേകം ചെയ്യാനൊക്കത്തില്ല. അതുകൊണ്ടാണ് തടിയുടെ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠയ്ക്ക് ഒഴിവാക്കുന്നത്. പിന്നെ കല്ല് ചെയ്യുമ്പോഴും അത് ചൂട് പിടിച്ചാലും കൽപ്പാന്ത കാലത്തോളം നിൽക്കും. ഓടി ചെയ്യുമ്പോഴും അത് ശരീരമാണ്, ഒരിക്കലും നശിക്കാത്തതാണ്, അത് ദേവതയാണ്. കയ്യിലോ കാലിലോ ഒന്നും പരുക്കുകളേക്കാൻ പാടില്ല. ആ രീതി വേണം ചെയ്യാൻ. ഒരു പാട് പോലും വരാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഫിനിഷിംഗ് ആയിരിക്കണം. കൈയുടെ ഷേപ്പ്, കാലിൻ്റെ ഷേപ്പൊക്കെ. അപ്പോൾ ഇരിക്കുന്നതിനും ഭാവം കൊടുക്കുന്നതിലും നമ്മൾ കാല് പൊക്കി വെച്ചാൽ റെസ്റ്റായിട്ടേ കാല് പൊക്കി വെക്കാവൂ. അത് മണിക്കൂറുകളോ, ഇപ്പം നമ്മൾ ഈ കസേരയിൽ ഇരിക്കുന്നത്, നമ്മുടെ കാല് താഴെ മുട്ടിയിട്ടല്ലേ നമ്മൾ കൂടുതൽ സമയം ഇരിക്കുന്നത്. ഇച്ചിരി പൊക്കമാണെങ്കിൽ ഇരിക്കാനൊക്കെ കാല് കഴിക്കുകയല്ലേ. അപ്പോൾ ആ ഇരിപ്പിന് ഒരു സുഖം കൊടുക്കുക. കൈ ഇങ്ങനെ അഭയം കാണിക്കുന്നതിന് ദീർഘനേരം വെക്കുന്ന രീതിയിലേ വെക്കാവൂ. അല്ല ഇതിങ്ങനെ പൊക്കി ഇങ്ങനെ വെക്കും. ഒരിക്കലും ഈ നെഞ്ചിലെ ഈ മുലക്കണ്ണിൻ്റെ മുകളിലേക്ക് ഈ തള്ളവിരൽ പോകാൻ പാടില്ല. തിരിച്ച് വെക്കുമ്പം പൊക്കിളിന് താഴോട്ടും പോകാൻ പാടില്ല. ആ ലെവലായിരിക്കണം തള്ളവിരൽ. അതെ. കൈ ഇങ്ങനെ പാർശ്വികൈ എന്ന് പറഞ്ഞാൽ പുറകിലത്തെ കൈ കൊടുക്കുമ്പോൾ ഈ ഷോൾഡറിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി പോകാൻ പാടില്ല. ഇങ്ങനെ വെച്ചാൽ നമുക്കൊരു ദിവസം മൊത്തം ഇങ്ങനെ ഇരിക്കുക. ഇരുത്തിയാൽ ഇങ്ങനെ വെച്ചാൽ അങ്ങനെ പറ്റത്തെ കൈ കഴിക്കും. അപ്പോൾ ഓരോന്നിനും ഈ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഘടനയനുസരിച്ച് കയ്യോ കാലോ കിഴക്കാത്ത രീതിയിൽ വേണം അവർ ഇരുത്താൻ ദേവതകളെ എന്നും ഒരു ശാസ്ത്രമുണ്ട്. അതൊക്കെ അച്ഛൻ പഠിപ്പിച്ചതാണ്. അതെങ്ങും എഴുതി വെച്ചിട്ടില്ല. അതൊക്കെ ഈ തലമുറകളായിട്ട് പറഞ്ഞു കൊടുത്തിട്ട് പോകുന്നു. വാമൊഴിയായിട്ട് കിട്ടിയതാണ്. അതെ. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഗോപുരങ്ങൾ പണിയുന്നത് കണ്ടിട്ടുണ്ട്. കൂടുതലും തമിഴ്നാട്ടിലാണ് ഈ ഗോപുരങ്ങളും ശില്പങ്ങളും. ആ ഒരു ഗോപുരത്തിൽ തന്നെ നിരവധി ശില്പങ്ങൾ ഇങ്ങനെ പണിത് വെച്ചേക്കുന്നത് കണ്ടിട്ടുണ്ട്. അതിന് എന്ത് വാസ്തുവിദ്യ എന്നാണ്, എന്ത് വിദ്യ എന്നാണ് അതിന് പറയുന്നത്? അത് ഈ ഗോപുരത്തിന് ദ്വാരപാലകർ വേണം, പ്രധാന ദ്വാരം വേണം, നിലകൾ വേണം. അത് ഓരോ ദ്വാരത്തിൻ്റെ മുമ്പിലും പിന്നെ അകത്ത് ദേവനാണെങ്കിൽ ദ്വാരപാലകർ, ദേവിയാണെങ്കിൽ ദ്വാരപാലികമാർ. അപ്പോൾ ഈ ദേവിയുടെ ക്ഷേത്രമാണെങ്കിൽ കൂടുതൽ സ്ത്രീരൂപങ്ങളൊക്കെ കൊടുത്ത് പണിയും. ദേവൻ്റെ രൂപമാണെങ്കിൽ ഓരോ കഥകൾ, പുരുഷ രൂപങ്ങൾ, ദേവന്മാരുടെ രൂപങ്ങൾ, അതും കഥകളും സ്റ്റോറിയാക്കി ഇങ്ങനെ കൊടുക്കും. കേരളത്തിൽ ഇത് കൂടുതലും നടക്കുന്നില്ല. കാരണം കേരളത്തിലൊരു കുറച്ച് രൂപങ്ങളുണ്ടെങ്കിൽ നിലനിലകളായിട്ട് ചെയ്താൽ അത് പെയിൻറ്റ് ചെയ്യണമെങ്കിൽ എത്ര രൂപ വേണം? ഇതാ പറയുന്നത്. ആല് കളിക്കുന്നുണ്ട്, അതിനെന്ത് ചിലവ് വരുന്നു? അതുകൊണ്ട് ഒരു പ്ലെയിനായിട്ടൊരു ആർച്ച് പോലെ ഉണ്ടാക്കി അതിനകത്ത് എന്തെങ്കിലും 2-3 ശില്പങ്ങൾ വെച്ച് പെയിൻറ്റ് ചെയ്ത് അങ്ങ് പോകും. അതുപോലെ തന്നെ ഈ വടക്കേന്ത്യയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കൂടുതലും നഗ്ന ശില്പങ്ങൾ ഈ അമ്പലങ്ങളുടെ ചുവരുകളിൽ കണ്ടിട്ടുണ്ട്, ഗോപുരങ്ങളിൽ കണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു ശില്പകല നമുക്കിപ്പോൾ കേരളത്തിലൊന്നും അല്ല. ഇപ്പോൾ അത് എന്താണ് സംഭവം? അത് തുടർന്ന് അങ്ങനെ കാണുന്നില്ല. പഴയ ക്ഷേത്രങ്ങളിലൊക്കെ ഉണ്ട്. അത് ഈ പറയുന്ന ഈ ലൈംഗികതയും ദേവനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അത് പരിശുദ്ധമാണെന്നാണ് ആ കാണിക്കുന്നതിനർത്ഥം. സൃഷ്ടിയാണ് അത് പരിശുദ്ധമാണെന്ന് കാണിക്കുന്നതാണ്. അതല്ല, അത് വൃത്തികേടൊന്നുമില്ല. പഴയ മഹാക്ഷേത്രങ്ങളിലെല്ലാം ഇതുണ്ട്. നമ്മൾ ചുറ്റും നടന്ന് കാണുമ്പോൾ അത് ഇതിനകത്തൊരു പരിശുദ്ധി ഉണ്ടെന്നാണ് ഇത് കാണിക്കുന്നത്. സൃഷ്ടിയാണ്, പരിശുദ്ധിയാണ്, ദേവതയുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് കാണിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയുള്ള പിന്നെ ശില്പങ്ങളാണ് കൂടുതൽ ഓർഡർ വരുന്നത്? ഭദ്രകാളി, ഗണപതി, ഇതിപ്പോൾ ഇവിടെ കണ്ണാടി ശില്പങ്ങളൊക്കെ. കണ്ണാടി ബിംബം വെക്കുന്നത്, പ്രതിഷ്ഠിക്കുന്നത് പിന്നെ ആ ക്ഷേത്രത്തിൽ ദേവതയുടെ സാന്നിധ്യമുണ്ട് എന്ന് കാണിക്കുമ്പോഴാണ് കണ്ണാടി ബിംബം വെക്കുന്നത്. അത് ഒരു കണ്ണാടി ബിംബത്തെ പ്രതിഷ്ഠയിൽ നമുക്ക് പാർവതിയെ ആവാഹിക്കാം, ദുർഗയും ഭദ്രയും ദേവി ചൈതന്യങ്ങളെല്ലാം അതിൽ കൊണ്ടുവരുത്താം. അതേസമയം ധ്യാന ശ്ലോകത്തിൽ പറയുന്നൊരു വിഗ്രഹം, ദേവി വിഗ്രഹം ദുർഗയുടെ ആയാലും പണിതാൽ ആ ആയുധങ്ങളനുസരിച്ചുള്ള ധ്യാന ശ്ലോകം മാത്രമേ മന്ത്രങ്ങൾ ഉപയോഗിക്കാൻ ഒക്കൂ. അത് മറ്റൊരു മന്ത്രം ഉപയോഗിച്ചാൽ ആ ദേവിയുടെ സാന്നിധ്യം വരികയില്ല. അതേസമയം അതിൽ കണ്ണാടി ബിംബത്തിൽ ഏത് ദേവിമാരെയും കൊണ്ടുവരാം. അതുപോലെയാണ് ശിവലിംഗം, ശൈവമൂർത്തികളെയൊക്കെ കൊണ്ടുവരാം. യോഗീശ്വരനെ, അതുപോലെ തന്നെ രക്ഷസ് ശൈവമൂർത്തിയാണ്, അത് ബാണലിംഗങ്ങളായിട്ട് കൊണ്ടുവരും, ഇത് ശിവലിംഗമായിട്ട് കൊണ്ടുവരും. പിന്നെ അല്ലാതെ മഹാശിവലിംഗമുണ്ട്, മഹാദേവരെ, അങ്ങനെയും പ്രതിഷ്ഠ നടക്കുന്നുണ്ട്. മഹാശിവലിംഗത്തിൻ്റെ ത്രിമൂർത്തികളാണ് അതിൽ വരുന്നത്. മുകളിൽ ഭഗവാന്റെ രൂപം, ശിവൻ്റെ രൂപം, മധ്യത്തിൽ വരുന്നത് വിഷ്ണു രൂപം, ബ്രഹ്മാവ് താഴെ, അങ്ങനെയാണ് വരുന്നത്. നമ്മളപ്പോൾ പ്രാർത്ഥിക്കുന്നതും പൂജ കൊടുക്കുന്നതെല്ലാം മഹാദേവനാണ്. പക്ഷേ ത്രിമൂർത്തികൾ അവിടെ ഉണ്ട്, അങ്ങനെയാണ് വരുന്നത്. ഒരു സങ്കല്പമാണ്. അതെ. അനന്തശയനത്തിൻ്റെ ഈ ശില്പം ചെയ്യാൻ ആരുടെയൊക്കെ നിർദ്ദേശങ്ങൾ തേടിയിട്ടുണ്ട്? അതിനൊരു വ്യക്തമായിട്ടുള്ള രീതി ചെയ്യാനായിട്ട്
നമ്മളെപ്പോഴും ചെയ്യുന്നത് മെമ്മറിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് തിരുവനന്തപുരം കവടിയാർ കൊട്ടാരത്തിൽ പോയി തമ്പുരാനെയും തമ്പുരാട്ടിയും കണ്ട്, അപ്പോൾ അവരുടെ നിർദ്ദേശം വേണമെന്ന് കണ്ടു. അപ്പോൾ ഒരു ഡേറ്റ് തീരുമാനിച്ച് അവിടെ അറിയിച്ചിട്ട് കമ്മിറ്റിക്കാരുടെ കൂടെ പോയി. അവിടെ വെച്ച് തമ്പുരാട്ടിയും തമ്പുരാനും ഇതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. അനന്തശയനം എന്താണെന്നും എന്തിനാണെന്നുള്ളതും ശ്രീപത്മനാഭനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു ബ്രഹ്മാവിന് 4 മുഖം വേണം, മിക്കവാറും 3 മുഖമാണ് എല്ലാവരും വയ്ക്കുന്നത്, ശില ചെയ്യുമ്പോൾ 4 മുഖവും മുമ്പോട്ട് തന്നെ വരണം, സൈഡിലിങ്ങനെ വരണം, 4 വേദങ്ങളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ മുഖങ്ങളുടെ കാര്യം പറഞ്ഞു. പിന്നെ ശിവലിംഗത്തിലേക്ക് ഭഗവാൻ ടച്ച് ചെയ്യാൻ പാടില്ല, ശിവലിംഗം താഴ്ന്ന് നിൽക്കണം, അങ്ങനെയുള്ള 2-3 നിർദ്ദേശങ്ങൾ തന്നു. അതെല്ലാം ഇത് വരുത്തിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ 1 വർഷം കൊണ്ടോ ചെയ്തൊരു പണിയാണ്. 1 വർഷം, അതെ, ഒറ്റക്കല്ല. പക്ഷേ ഒരു ആളൊരു ശില്പിയായിട്ട് ഞാൻ മാത്രമേ, എൻ്റെ ജീവിത അഭിലാഷമായിരുന്നു ഇങ്ങനെ ഒരു അനന്തശയനം ചെയ്യണമെന്നുള്ള ആഗ്രഹം വന്നപ്പോഴാണ് എനിക്കൊരു ഓർഡർ കിട്ടിയത്. നമ്മളൊരു വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ എങ്ങനെയോ എവിടെയോ ഒന്നും അന്തരീക്ഷത്തിൽ നിന്ന് തേടി വരും, അത് ചെയ്യാറുണ്ട്. അങ്ങനെ അത് ഇത്രയും വരെയാക്കി. ഇനി അല്പം ഫിനിഷിംഗ് കൂടെ ഉള്ളൂ അവർക്ക് കൊടുക്കാനുള്ളത്. അവരും ധൃതി വെക്കാറില്ല. 1 വർഷമൊക്കെ എടുക്കും. 1 വർഷം ഒരു അനന്തശയനം ചെയ്യാനായിട്ട്. അതിൽ ലക്ഷ്മി ദേവിയുണ്ട്, ആനന്ദനുണ്ട്, മഹാവിഷ്ണുവുണ്ട്, പിന്നെ ഗരുഡനുണ്ട്, ദേവേന്ദ്രനുണ്ട്, ബ്രഹ്മാവുണ്ട്, നാരദനുണ്ട്. ഇത്ര ആളുകളെ ഉൾപ്പെടുത്തി ആ വലിപ്പത്തിനുള്ളിൽ നിർത്തി അവർക്ക് ഓരോരുത്തർക്ക് ഓരോ അളവുകൾ ധ്വജയോനിയിലാണ്, കിഴക്കോട്ടാണ് വെക്കുന്നത്. ആ ധ്വജയോനിയുടെ വലിപ്പച്ചെറുപ്പം അനുസരിച്ച് ഓരോ അളവുകൾ കൊടുത്താണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ കൃത്യമായിട്ട് അളവുകൾ അത് നോക്കിയിട്ടുണ്ട്. കാരണം മുമ്പേ പറഞ്ഞല്ലോ, മണ്ണാറശാല ക്ഷേത്രം നിർമ്മിച്ചപ്പോഴേ ഐശ്വര്യം ഉണ്ടാവണം ഓരോ ക്ഷേത്രത്തിനും. അതിൻ്റെ അളവോ കണക്കോ തെറ്റിക്കാൻ പാടില്ല. സ്ഥാനങ്ങൾ, ഓരോ അവയവങ്ങൾ വരുന്ന സാധനങ്ങൾ തെറ്റിക്കാൻ പാടില്ല. അപ്പോൾ ഇത് കൊണ്ടുവച്ചാലും ഇത് ഈ സർവ്വ ഐശ്വര്യമെന്നും പറയും. ഇതിൻ്റെ ഫലമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ശ്രീപത്മനാഭൻ്റെ ആ വിഗ്രഹത്തിൽ ഒന്ന് കുമ്പിട്ട് കഴിഞ്ഞാൽ നമുക്ക് സർവ്വ ഐശ്വര്യം വരണം, കുടുംബൈശ്വര്യം വരണം. പിന്നുള്ളത് മുക്തി ഉണ്ടാവണമെന്നാണ്. മുക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ജീവിതത്തിൽ നിന്ന് തന്നെ മുക്തി കിട്ടി പ്രാർത്ഥിച്ച് ഭഗവാൻ വിഷ്ണുവിലോട്ടാണ് ലയിക്കുന്നത്. അപ്പം ഏറ്റവും ഒടുവിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരു അനന്തശയനം കണ്ടെന്ന് തൊഴണമെന്നാണ്. എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, എൻ്റെ കൈ കൊണ്ട് തന്നെ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അത് ശിലയായതുകൊണ്ട് കൊടുങ്കാറ്റ് വന്നാലും പേമാരി വന്നാലും ഇത് എവിടെ വെക്കുന്നു അത് അവിടെ ഉണ്ടാകും എന്നുള്ളത് ഒരു വിശ്വാസമാണ് ഭൂമിയിലുണ്ട്. എനിക്കൊരു തെളിവായിട്ടത് ഓർക്കാൻ. അങ്ങനെ എത്ര തലമുറ കഴിഞ്ഞാലും ഇത് നശിച്ചു പോകില്ല, ഒരിക്കലുമില്ല. ശിലയിലുള്ള കൊത്തിയ ആ വിഗ്രഹങ്ങളോ ഒന്നും ഒരിക്കലും അഴിവാകത്തില്ല. അത് എത്ര തലമുറ പഴയ സൂര്യക്ഷേത്രമൊക്കെ, കൊടാർക്കിലെ സൂര്യക്ഷേത്രം, മധ്യപ്രദേശ്, ഒറീസ, ഇവിടങ്ങളിലെല്ലാം ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടല്ലോ ശിലയിൽ ചെയ്തത്. അതൊക്കെ പഴയ കാലത്തെ വിശ്വകർമ്മേൻ്റെ സൃഷ്ടികളാണ്, വിശ്വകർമ്മർ നിർമ്മിച്ച ക്ഷേത്രങ്ങളാണ്. ഇപ്പോൾ ഇവിടെ ഒരു ഹെലികോപ്റ്റർ പോകുന്നുണ്ട്, അല്ല വിമാനം പോകുന്നുണ്ട്. പക്ഷേ അതിനു മുമ്പേ ഇത് പുരാണത്തിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ആരുടെ സൃഷ്ടിയാണ്? അന്നത്തെ വിശ്വകർമ്മർ ചെയ്തതാണ്. മാന്ത്രികത്തിൽ കൂടെ അത് ഓടുന്നുണ്ട് ഇന്ധനമില്ലാതെ. പക്ഷേ അത് ചെയ്യേണ്ട ആ ടെക്നിക്ക്, രാവണന് പുഷ്പക വിമാനമുണ്ട്, അത് കുബാരൻ്റെ ആയിരുന്നു. അത് രാവണൻ പോയി തട്ടിയെടുത്തതാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ പറയുന്ന ആ പുഷ്പക വിമാനം ഇന്നത്തെ വിമാനവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മുടെ ഈ വിദേശീയർ ഇവിടെ വന്ന്, വെള്ളക്കാർ ഇവിടെ വന്ന് ഇതൊക്കെ കണ്ടുപിടിച്ച് കൊണ്ടുവരുന്നതിന് മുമ്പേ ഭാരതത്തിലുള്ളവരിതെല്ലാം കണ്ടുപിടിച്ച് കഴിഞ്ഞിരുന്നു. അവരുടെ പേര് വിശ്വകർമ്മകളെന്നാണ്. പഴയ ഋഷിമാർ, ബ്രാഹ്മണർ, പുരാതന കഥകളിലെ ഋഷിമാരും ഇവർ ഈ ബ്രാഹ്മണരെന്ന് പറയുന്നൊരു കഥയുണ്ടെങ്കിൽ ഇന്നത്തെ പൂന്നുള്ളിട്ട ബ്രാഹ്മണരല്ല, അന്നത്തെ ബ്രാഹ്മണർ, ഭാരതത്തിലെ ബ്രാഹ്മണർ, അവരുടെ പിൻഗാമികളാണ് ഈ വിശ്വകർമ്മജരെന്ന് പറയുന്നൊരു കൂട്ടർ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത്. ഈ 5 തൊഴിലും ചെയ്ത് ജീവിക്കുന്നുണ്ട്. അതെ. എന്തൊക്കെ തൊഴിലുകളാണ് ചെയ്യുന്നത്? സ്വർണം, അവർ മനു, മയ, ത്വഷ്ട, ശില്പി, വിശ്വജ്ഞർ, അങ്ങനെ 5 വിഭാഗത്തിൽപ്പെട്ടവരാണ്. മനുവാണ് തടിയുടെ വർക്കുകൾ ചെയ്യുന്നത്. അപ്പം ആലോചിക്കുക, അത് പ്രധാനമാണ്. നമുക്കൊരു വീടുണ്ടാക്കണമെങ്കിലും മനുവിൻ്റെ ആവശ്യം തീർച്ചയായിട്ടും ഉണ്ടാകും. മനുവിനതിൻ്റെ കണക്കെടുത്ത് ഉത്തരം ചെയ്യാനും കൂട്ടുണ്ടാക്കാനും അറിയാം. മയൻ എന്ന് പറഞ്ഞാൽ ഇവരുടെ എല്ലാവരുടെയും ചേഷ്ടനാണ്. ഇരുമ്പെന്ന് പറയുന്ന കട്ടിയുള്ള ലോഹത്തിനെ നിസ്സാരമാക്കിക്കൊണ്ട് അദ്ദേഹം എന്തെല്ലാമാണ് ചെയ്യുന്നത്. താക്കോല്, പൂട്ട്, കാര്യങ്ങൾ, അത് അദ്ദേഹം ഉണ്ടാക്കിയ ഒരു താക്കോൽ ആർക്കെങ്കിലും തുറക്കാൻ ഒക്കുമോ? ആ താക്കോലിന് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയാലും തുറക്കാൻ ഒക്കത്തില്ല പഴയ കാലത്ത്. അതുപോലെയാണ് ശില്പി. ക്ഷേത്രങ്ങൾ പണിയുന്നുണ്ട്, വിഗ്രഹങ്ങൾ പണിയുന്നുണ്ട്. അതെല്ലാം ലോക നന്മയ്ക്കായിട്ട് അവർ ചെയ്യുന്നത്. വിശ്വജ്ഞർ, സ്വർണ്ണപ്പണിക്കാർ, അവരെന്താണ് ചെയ്യുന്നത്? അവർക്കൊരു കർമ്മം പറഞ്ഞിട്ടുണ്ട്. കാത് കുത്തുക എന്നുള്ളൊരു കർമ്മമുണ്ട്. പിന്നെ താലിക്ക് പൊന്നുരുക്കുക എന്നുണ്ട്. അവരുടെ കൈ കൊണ്ട് ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഐശ്വര്യത്തോടും ആ ഒരു പെൺകൊച്ചിൻ്റെ ഒരു സ്വർണ്ണത്തിൻ്റെ ഒരു
പിന്നെ കാതയിൽ ഒരു കുത്തിയാൽ കാത് കുത്തിക്കഴിഞ്ഞാൽ ഒരിക്കലും അവർക്കൊരു കുഴപ്പമുണ്ടാവില്ല. ഇഷ്ടംപോലെ സ്വർണ്ണവും ഐശ്വര്യമായിട്ട് ജീവിക്കും. കാരണം അത് ചെയ്തത് വിശ്വകർമാവിൻ്റെ പുത്രനാണ് അത് ചെയ്തത്, കർമ്മം ചെയ്തത്. തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലല്ലേ ഇങ്ങനെ വേർതിരിക്കപ്പെട്ടത്? അതെ. ഇവർ 5 പേരും 5 തൊഴിലുകൾ ചെയ്യുന്നുണ്ട്. 5 തൊഴിലുകൾ ചെയ്യുമ്പോൾ അതൊരു ഓരോരോ വിഭാഗമായിട്ട് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്നാലും ഇവരെല്ലാം കൂടപ്പിറപ്പുകളാണ്, ഒന്നിച്ച് ഉള്ള ആളുകൾ തന്നെയാണ്. 5 തൊഴിൽ ചെയ്താലും ബ്രെയിൻ നല്ലപോലെ വർക്ക് ചെയ്യുന്നതാണ്. പക്ഷേ ഈ ജോലികളൊക്കെ ചെയ്താൽ ഇവർക്കാർക്കും പ്രയോജനമില്ല. ലോക നന്മയ്ക്കായിട്ടാണ് ഇവർ ചെയ്യുന്നത്. മുമ്പേ ഓരോരുത്തർ ചെയ്യുന്നത് വീടുണ്ടാക്കിയാൽ അതിൽ വസിക്കുന്ന ആളിന് ഐശ്വര്യം ഉണ്ടാകുന്നു. സ്വർണ്ണപ്പണി ചെയ്യുന്ന ആൾ കാത് കുത്തിയാൽ ആ കുഞ്ഞിൻ്റെ ഒരു താലി ഉരുക്കിയാൽ അവരുടെ നല്ല സുമംഗലികളായിട്ട് ജീവിക്കുന്നു. ശില്പികൾ ക്ഷേത്രം പണിത് ശില്പികൾ ഒഴിയുമ്പോൾ അത് എത്ര പേര് അതുകൊണ്ട് ജീവിക്കുന്നു. അപ്പം ലോകനന്മയുണ്ട്. അടിച്ചുകളിക്കാർ വരും, തന്ത്രി വരും, പോറ്റി വരും, രസീത് എഴുതാൻ വരും, ഉത്സവക്കാർ, ഇതെല്ലാവരുടെയും ജീവിതങ്ങൾ നടക്കുന്നുണ്ട്. വിശ്വകർമ്മ എന്ത് ചെയ്താലും അത് ലോക നന്മയ്ക്കാണ്. ചിന്തിച്ച് കഴിഞ്ഞാൽ അത് ലോക നന്മയ്ക്കായിട്ട് പോകുന്നു. ആ ആളിന് കിട്ടുന്നത് ചെറിയൊരു കൂലിയായിരിക്കും, സാരമില്ല എന്ന് തോന്നും. എത്രത്തോളം ശില്പങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്? ഞാൻ പ്രതിഷ്ഠിച്ച വിഗ്രഹങ്ങൾ ഒരു 10,000-ലധികം വിഗ്രഹങ്ങൾ കേരളത്തിനകത്തും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. 10,000-ഓളം ക്ഷേത്രങ്ങളിൽ. ചെറിയൊരു കാര്യമല്ല അത്. അതെ. ഈയിടെ ഒരു ഭദ്രകാളി വിഗ്രഹം വിദേശത്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, അമേരിക്കയിൽ. ഒരുപാട് ഓർഡറുകൾ വരുന്നുണ്ട്, ഓർഡറുകൾ ചെയ്യുന്നുണ്ട്. കൂടുതലും വരുന്ന ഉത്തരായന കാലത്ത്. ഉത്തരായനം ദക്ഷിണായനം എന്ന് ഈ നമ്മുടെ ഈ ശാസ്ത്രത്തിൽ 2 കാലങ്ങളുണ്ട്. ഉത്തരായനം എന്ന് പറഞ്ഞാൽ ദേവന്മാർ ഉണർന്നുള്ള കാലമാണ്, 6 മാസം. മകരം, കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം, അതുവരെയാണ് ഉത്തരായനം. അന്നേരം ശില്പങ്ങളല്ല, ഇത് വിഗ്രഹങ്ങളാണ്. വിശേഷാൽ ഗ്രഹിക്കപ്പെടേണ്ടത് വിഗ്രഹങ്ങൾ. ശില്പങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മുൻപിരുന്ന ഒരാളുടെ രൂപം അല്ലെങ്കിൽ മെമ്മറിയിലൊരു വർക്ക്, അത് ശില്പമാണ്. വിശേഷാൽ ഗ്രഹിക്കപ്പെടുന്നതിന് ശാസ്ത്രം ഒരുപാടുണ്ട്. ആ ശാസ്ത്ര തത്വം അറിയുന്ന ഒരു ശില്പി വേണം വിഗ്രഹം കൊത്താൻ. അല്ലെങ്കിൽ അത് പണി കിട്ടും, ശില്പിക്കും കിട്ടും, അത് പ്രതിഷ്ഠിച്ച ആളിനും നാട്ടുകാർക്കും രാജാവിനും കിട്ടും എന്നാണ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം അറിയാവുന്ന രീതിയിൽ വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് വിഗ്രഹങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ വിഗ്രഹങ്ങൾ നിർമ്മിക്കുമ്പോൾ വ്രതം എടുക്കേണ്ടതുണ്ടോ? അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എപ്പോഴും വ്രതമാണ്. എപ്പോഴെങ്കിലും ഇത് മടുപ്പ് തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും മടുപ്പിന് തോന്നിയിട്ടില്ല. ഇത് ഞാൻ ചെയ്തതാണ്, എനിക്ക് എഴുതി വെച്ചിട്ടുള്ളതാണെന്നുള്ളൊരു ബോധം നമ്മുടെ തലയിൽ വരുന്നു. അപ്പോൾ ഇത് മഹാവിഷ്ണുവിൻ്റെ രൂപം, അല്ലെ ഒരു ഭദ്രകാളി, അല്ലെ ഒരു ഗണപതി. അപ്പോൾ ഇവരെ ഒക്കെ നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും ഇതിൻ്റെ ആചാരങ്ങൾ പാലിച്ച് പോകുന്ന ആൾക്കാർക്ക് വേണ്ടി ലോക നന്മയ്ക്കായിട്ട് നമ്മൾ ചെയ്യണം, നമ്മളതിനാണ് ജനിച്ചത് എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാകണം. അതിന് ഈ ഈശ്വരൻ എന്നുള്ള ശക്തി നമ്മളോടൊപ്പം നിൽക്കും, നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട്, അതറിയാം. കരിങ്കല്ലിലാണ് ഇതെല്ലാം നിർമ്മിക്കുന്നത്. കരിങ്കല്ലിൽ കൊത്തി തന്നെയാണ് എടുക്കുന്നത്. ഇപ്പം മെഷീനും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇതിൽ ഭയങ്കര പൊടിയും ഡസ്റ്റ് അലർജിയൊക്കെ വരാൻ സാധ്യത ഉള്ളത് ഉണ്ട്. അലർജി ഉണ്ട്. ഈ ജോലി ചെയ്യുന്നവർക്കെല്ലാം അലർജി ഉണ്ട്. കാരണം ഈ പൊടി പൗഡർ പോലെ അന്തരീക്ഷത്തിൽ പറക്കും. 2-3 പേര് ജോലി ചെയ്യുമ്പോൾ അന്തരീക്ഷം മൊത്തം ഈ പൊടിയായിരിക്കും, പാറപ്പൊടി. ഈ പൗഡർ പോലെ പോയി മൂക്കിൽ കൂടെ അകത്ത് കയറി ലെൻസിനൊക്കെ കുഴപ്പമുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇന്ന് ചുമച്ചുകൊണ്ട് നടക്കുന്നുണ്ട്, ഇൻഹേലർ വലിക്കുന്നുണ്ട്. എന്നിട്ട് അവരിത് ചെയ്യുന്നുണ്ട്. അവർക്കങ്ങനെ ഇത് ചെയ്യുന്നത് പറ്റി അതിന് സർക്കാരോ കാര്യങ്ങളോ ഒന്നും യാതൊരു സഹായങ്ങളോ ഒന്നും ഈ ഒരു വിഭാഗത്തിന് കൊടുത്തിട്ടില്ല. ഈ വിഭാഗം ഉണ്ടോ എന്നുള്ളതും അറിയത്തില്ല. ഒരു പാരമ്പര്യ തൊഴിലാണെന്ന് പോലും ഭരിക്കുന്ന ഭരണകർത്താക്കൾക്ക് അറിയില്ല. ഇത് പാരമ്പര്യം എന്ന് പറഞ്ഞല്ലോ, എത്ര തലമുറയായിട്ട് നിങ്ങളിത് ചെയ്യുന്നുണ്ട്? അതിനെക്കുറിച്ച് അറിയാമോ? അപ്പൻ ചെയ്യുന്നുണ്ട്, അപ്പൂപ്പൻ ചെയ്യുന്നുണ്ട്. അപ്പൂപ്പൻ്റെ അപ്പൂപ്പനും ഇതായിരുന്നു ജോലി. അതായത് ഈ പരശുരാമൻ കേരള ഭൂമി വിഭജിച്ച് ബ്രാഹ്മണർക്ക് നൽകി. അപ്പോൾ അവർക്ക് ആരാധിക്കാനായിട്ട് ക്ഷേത്രങ്ങൾ വേണം, ആ ക്ഷേത്രങ്ങൾ വേണം, വീടുകൾ വേണം. ഈ ജോലിക്ക് വേണ്ടി, ക്ഷേത്രത്തിൻ്റെ ശിലാജോലികൾക്ക് വേണ്ടി തമിഴ്നാട്ടിലെ ശങ്കരൻകോവിലിൽ എന്ന സ്ഥലത്ത് നിന്നും ഞങ്ങളുടെ പൂർവ്വികർ 20-22 തലമുറയ്ക്ക് മുമ്പേ ഇവിടെ കൊണ്ടുവന്ന് കേരളത്തിൽ അത് പല ക്ഷേത്രങ്ങളെ കണ്ട് ഈ എല്ലാ സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോകും. അപ്പോൾ ചെങ്ങന്നൂർ വന്ന് ശങ്കരൻകോവിലിൽ നിന്നുള്ള ആളുകളാണ്. അവർ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം പണിയാൻ വന്നതാണ്. അപ്പം ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഉപദേവതമാരുണ്ട്, ഞങ്ങൾ ആരാധിക്കുന്ന ദേവതമാരുണ്ട്. മുത്താരമ്മയുണ്ട്, പേച്ചിയമ്മയുണ്ട്. അപ്പോൾ അങ്ങനെ തമിഴ് ശൈലിയിലുള്ള ദേവതകളുണ്ട്. ഇപ്പോഴും നിങ്ങൾ അത് തന്നെയാണ് പിന്തുടരുന്നത്? അതെ. ഞങ്ങളുടെ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അമ്മൻകോവിലാണ്. അമ്മൻകോവിൽ എന്നുള്ളൊരു പേരാണ് ഞങ്ങൾക്കുള്ളത്. ആ പഴയ തമിഴ് ആചാരവും തമിഴിലെ ആ പമ്പമേളവും മഞ്ഞ നീരാട്ടും അല്ല ഇപ്പോഴും നടക്കും. ചെങ്ങന്നൂർ വണ്ടിമല എന്ന് പറയുന്ന ക്ഷേത്രമുണ്ട്. ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഒരു ക്ഷേത്രമാണിത്. അവിടെ മുത്താരമ്മ, പേച്ചിയമ്മ എല്ലാം ഉണ്ട്. അവിടത്തേക്കുള്ള പ്രതിഷ്ഠകൾ നിങ്ങളുടെ തലമുറ തന്നെയാണ് ചെയ്തത്? ഞങ്ങളുടെ പഴയ ആളുകൾ അന്ന് വന്നവർ ചെയ്യാൻ. അന്നത്തെ മഹാരാജാവ് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ ഇരിക്കുന്ന സ്ഥലം
ഇവർക്ക് വേണ്ടി കൊടുത്തതാണ്. ചെങ്ങന്നൂർ ബസ് സ്റ്റാൻഡിലേക്ക് ചെങ്ങന്നൂർ എന്ന് പറഞ്ഞാൽ ടൗൺ മൊത്തം മാർക്കറ്റ് എല്ലാം ഇവർക്ക് വേണ്ടി കൊടുത്തതാണ്. കര ഒഴിവായിട്ട് കൊടുത്ത ഭൂമികളാണ് അന്ന്. നെല്ലും തേങ്ങയും ഒക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നെല്ല്, തേങ്ങ, ആ ആഹാരത്തിന് മക്കൾ പെൺപിള്ളേരൊക്കെ വളർന്ന് അവരെ കെട്ടിച്ചു വിടാനുള്ള രാജാവ് നോക്കിക്കോളും. അങ്ങനെ നല്ല സംരക്ഷണയെ കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് അത് അവർക്ക് തന്നെ ഇന്നും ഞങ്ങളുടെ വണ്ടിമല ക്ഷേത്രത്തിൽ കരം കൊടുക്കണ്ട എന്നുള്ളതാണ് പഴയ നിയമത്തിൽ. അതായത് നിങ്ങളുടെ മുൻ തലമുറയുടെ ഒരു വരവ് കേരളത്തിൽ ഒരുപാടൊരു മാറ്റം സൃഷ്ടിക്കുകയും ഒരു വിശ്വാസപൂർണമായ ജീവിതം നയിക്കുന്നതിനൊരു ഘടകമാകുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളുടെ പേരിൻ്റെ കൂടെ ആചാരി എന്ന് വെച്ചിട്ടുണ്ട്. ആചാരി എന്ന് വെച്ചാൽ ആചാരം എന്ന് വെച്ചാൽ അതിനെ സംരക്ഷിക്കപ്പെടും എന്നത് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാം അതെ ഇതിൻ്റെ അറിവുള്ള ആൾ, ഈ ശാസ്ത്രത്തിനെ പറ്റി അറിവ്, അളവിനെ പറ്റി, കണക്കിനെ പറ്റി, ഇതിൻ്റെ ഭാവിയെപ്പറ്റി ഒരു ചിന്ത അങ്ങനെയുണ്ട്. അങ്ങനെയുള്ളതാണ് ആചാരി. ആ ആചാരി എന്ന് പറഞ്ഞാൽ ഈ ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് ഈ ആചാര്യമാരി കൂടാണ്. ഈ സമുദായപ്പെട്ട ആളുകളാണ് കൂടുതലും ആചാരങ്ങൾ സംരക്ഷിക്കാനായിട്ട് മുന്നിൽ നിൽക്കുന്നത്. ഇപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി ഇപ്പോൾ 10,000-ലധികം ശില്പങ്ങൾ ചെയ്യുന്നുണ്ട് ക്ഷേത്രങ്ങളിലേക്ക് കൊണ്ടുവന്നു. ഈ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ നിങ്ങളെപ്പോലെയുള്ള ശില്പികൾ ശരിക്കും സാമ്പത്തികമായി ഒരു ഉയർച്ച നേടുന്നതായിട്ട് കാണുന്നില്ല. അതെന്താ കാര്യം? ഒരുപാട് പേരെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ ചെയ്തു വരുന്നത് കർമ്മം ചെയ്യുക എന്നുള്ളതാണ്. ആ കർമ്മം ചെയ്യുക, ഫലം വെച്ചിക്കണ്ടെന്ന് പറഞ്ഞാലും കർമ്മത്തിന് ഫലം വേണമല്ലോ നമുക്ക് ജീവിക്കണമെങ്കിൽ. അതുകൊണ്ടാണ് പണ്ടത്തെ പോലെയല്ല, തലമുറകൾ വന്നു, അവരെ പഠിപ്പിക്കണം, കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കണം. നമ്മൾ ഈ ശില്പകല എന്ന് പറഞ്ഞിരിക്കുമ്പോൾ വിഗ്രഹങ്ങളാണ് ചെയ്യുന്നത്, ദൈവികമായിട്ടാണ്. പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞത് എൻ്റെ അഭിപ്രായങ്ങൾ, എൻ്റെ ജീവിത അനുഭവങ്ങൾ വെച്ചാണ് ഞാൻ സംസാരിച്ചത്. പക്ഷേ ഇന്നത്തെ അടുത്ത തലമുറയെ ഇതിലൊക്കെ ഒരു പൂർണ്ണമായിട്ട് വിടാൻ ആരും ഉദ്ദേശിക്കത്തില്ല. കാരണം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞാലും പറയും, ഇത് പഠിക്കണം, അല്ലെ വിജയദശമി വരുന്നുണ്ട്, ഞാൻ അന്നത്തെ തുടങ്ങുക നിങ്ങളെ പഠിപ്പിക്കാം എന്ന് പറഞ്ഞാൽ അല്ല, അവർ പറയുന്നത് അപ്പാടെ ഇത്രയും കാലത്തെ ജീവിതം കണ്ടുകൊണ്ടല്ലേ ഇരിക്കുന്നത്, പിന്നെ ഞങ്ങളെ കൂടെ ഇതിൽ എന്തിനാണ് കുഴയ്ക്കുന്നത്? അതുകൊണ്ട് അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ സമയം വിജയദശമിക്ക് ഞാൻ പറയാറുണ്ട്, നമുക്കിത് പഠിച്ചു തുടങ്ങണം. അത് കുഴപ്പമില്ല, പക്ഷേ അപ്പാടെ ജീവിതം ഇങ്ങനെയല്ലേ. കാരണം ചില സമയങ്ങളിൽ നല്ലതായിരിക്കാം, ചില സമയങ്ങളും ബുദ്ധിമുട്ട്. അത് മനുഷ്യജീവിതം അങ്ങനല്ലേ എന്ന് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കും. ബുദ്ധിമുട്ടും ഉണ്ടാവും, നന്മയുണ്ടാവും, തിന്മ നമ്മുടെ അടുത്തോട്ട് വരികയല്ല. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ഉള്ളതുപോലുണ്ട്. എന്നാൽ ആഗ്രഹങ്ങളൊന്നുമില്ല സാമ്പത്തികമായിട്ട്, അത് ആവശ്യങ്ങൾ നടന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ആരുടെ മുമ്പിലും ഭഗവാൻ ഇങ്ങനെ കൈ നീട്ടാൻ വിടുകയല്ല ശില്പികളെ ഒന്നും എന്നാണ് എനിക്ക് തോന്നുന്നത്. റെഗുലറായിട്ട് ജോലി ഉണ്ട്, ജോലിയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഉത്തരാദിത്യം മുടങ്ങിയ ജോലികളെല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ അത്യാവശ്യം ഇടയ്ക്ക് ജോലി എൻ്റെ ഇവിടെ 6 സ്ഥിരമായിട്ട് പണിക്കാരുണ്ട്. അവരെ ഈ ഓരോ ആഴ്ചയിൽ 2 പേരെ ഇപ്പോൾ പണിയില്ലെങ്കിൽ ഞാൻ വിളിച്ച് പണി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഉത്തരാരം വന്നാൽ ഈ 6 പേര് പോരാതെ വരും. ഈ റോഡിലും മുറ്റത്തും എല്ലാം വർക്കുകളായിരിക്കും നടക്കുന്നത്. പീഠത്തിൻ്റെ പണി, ഓവിൻ്റെ പണി, സോപാനത്തിൻ്റെ പണി, വിഗ്രഹങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ജോലികളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സന്തോഷമായിട്ട് പോകാൻ കഴിയുന്നുണ്ട്. ഞാനെന്ന വ്യക്തിക്ക് ഓരോരുത്തർക്കും ഓരോ ബുദ്ധിമുട്ടുകളുണ്ടല്ലോ, ആ ബുദ്ധിമുട്ടുകൾ എനിക്കുമുണ്ട്. സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ സാഹചര്യം കൊണ്ടോ അല്ലെങ്കിൽ ഈ രോഗപരമായിട്ടും കാണും. കാരണം ഡസ്റ്റിൻ്റെ അലർജി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വരുന്നതാണ്. അപ്പോൾ അതും ഇടയ്ക്ക് ഡോക്ടറെ കണ്ട് മുമ്പോട്ട് പോകും. അങ്ങനെയുണ്ട്. ജോലിയിൽ നിന്ന് എന്തായാലും പിന്തിരിയും. നമുക്ക് ഇത് പറഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞ് പഠിപ്പിച്ചതാണ്. അപ്പം എന്ത് ജോലി ചെയ്താലും അച്ഛനെ ഓർക്കും. അപ്പോൾ അത് ഒരു ഐശ്വര്യത്തിൻ്റെ ഒരു പിന്നെ കല ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ സന്തോഷമല്ലേ. നമ്മളും പിന്നെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ്. നമ്മുടെ മനസ്സിൽ കൂടെ വരും ഭഗവാൻ താണ്ഡവം ആടുന്നതും കൊട്ടുകളും വാദ്യങ്ങളും, അല്ലെ ഭഗവാനെ ഇത് വിഷ്ണു ഭഗവാൻ അവിടെ പാലാഴി കിടക്കുന്നു, നമ്മൾ അതിൻ്റെ കൂട്ടത്തിലൊരാളാണെന്ന് തോന്നും ചില സമയങ്ങളിൽ. എന്തായാലും ഇത് പഠിച്ച് ചെയ്യാൻ കഴിഞ്ഞു. അതാണ് തലമുറയായിട്ട് കൈമാറിയെങ്കിലും ഇതിൻ്റെ കോഴ്സുകൾ പഠിച്ച് തന്നെ ആ റൂട്ടിൽ തന്നെ പോയി ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോഴേ പലരും പഠിപ്പിക്കും. ഞാൻ വാസുവിദ്യ ഗുരുകുലത്തിൽ ആറന്മുള അതോ അല്ല, ഞാനിതിൻ്റെ ശില്പത്തിനെ പറ്റി, വിഗ്രഹത്തിനെ പറ്റി അളവുകൾ, പൊക്കങ്ങൾ, നീളങ്ങൾ, വീതി, ഈ കണക്കുകളൊക്കെ ഇടയ്ക്ക് പോരാറ്. പിന്നെ ജ്യോതിഷ മണ്ഡലം ഉണ്ടല്ലോ വൈക്കത്ത്, അത് കോട്ടയം ജില്ലയുടെ ജ്യോതിഷ മണ്ഡലം, അവിടെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ ജ്യോതിഷന്മാരെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു ക്ഷേത്രത്തിൽ തന്നെ 1000-ലധികം സർപ്പരൂപങ്ങൾ കൊത്തി അവിടെ ഇരുന്ന്. അപ്പോൾ അന്ന് എനിക്ക് എന്ന് പറഞ്ഞാൽ അന്നത്തെ എൻ്റെ ഒരു വ്രതമായിരുന്നു അത് ചെയ്യണമെന്നുള്ള. അച്ഛൻ എന്നെ ഏൽപ്പിച്ചു. ആ ഡിസൈൻ സ്വന്തമായിട്ട് തന്നെ വരച്ചെടുത്തു. അതാണ് ഇന്ന് കാണുന്ന നാഗരാജാവ് നാഗയക്ഷി അമ്മ ക്ഷേത്രം. അത് അന്നത്തേതിൽ ഒരുപാട് പുരോഗമനം വന്നിട്ടുണ്ട്. അത് നമ്മുടെ കഴിവല്ല, അവിടെ ഭഗവാന്റെ ആ സാന്നിധ്യം അവിടെ കൂടിയിട്ടുണ്ട്. ആ കൂടേണ്ട കാരണമെന്ന് പറഞ്ഞാൽ നമ്മളൊരു ചട്ടക്കൂടുണ്ടാക്കുമ്പോൾ ആ യോനിപ്പെടുത്തി അളവ് വരുത്തുമ്പോൾ
അത് ഉത്തമമാണെന്നുണ്ടെങ്കിൽ ഏത് ദേവനും അവിടെ വസിക്കും. അത് ഉത്തമം അല്ലെങ്കിൽ ആ ദേവൻ്റെ ചൈതന്യം പുറത്തോട്ട് മാറും. അത് അവിടെ വസിക്കുന്നെന്നുള്ള തെളിവ് ഭക്തന്മാർക്കെല്ലാം ഉണ്ട്. അപ്പം നമുക്കത് വലിയ ഐശ്വര്യമോ സാമ്പത്തികമോ ഉണ്ടായില്ലെങ്കിലും അതൊക്കെ കാണുമ്പോൾ മനസ്സിന് വലിയ സന്തോഷമാണ്. ഓരോ ക്ഷേത്രങ്ങളിലും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വരുമാനമുള്ള ക്ഷേത്രങ്ങളിലേക്ക് ശില്പങ്ങൾ പണിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ശില്പിയാണ്. ഈ ശില്പങ്ങൾ നിർമ്മിച്ച് നൽകിയതിന് ശേഷം ഇതിലേക്ക് വലിയ ബന്ധം കാണുന്നില്ല. കാരണം ഒരു ശില്പം നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ പൂജാതി കർമ്മങ്ങളൊന്നും ശില്പിയല്ല ചെയ്യുന്നത്. അല്ല, അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? മാതാ ശാസ്ത്രം പിതാ ശില്പി, അങ്ങനെയാണ് ശാസ്ത്രം പറയുന്നത്. ഈ മാതാവാകുന്ന ശാസ്ത്രം കൊണ്ട് പിതാവാകുന്ന ശില്പി ചെയ്യുന്നതാണ് വിഗ്രഹം. ഒരു വിഗ്രഹം ചെയ്യുമ്പോൾ മനസ്സ് അതിലേക്ക് ഊന്നി ആ ധ്യാന ശ്ലോകങ്ങളെല്ലാം മനസ്സിൽ ഒതുക്കി ഉള്ളിയുടെ മുനയിൽ കൂടെ അത് കൊണ്ടുവരണം. അതൊരു വ്രതമാണ്. ആ വ്രതത്തിൽ കൂടെ അത് പണിതെടുക്കുമ്പം സ്വന്തം കുഞ്ഞിനെ നിർമ്മിക്കുന്ന പോലാണത്. ബാഹ്യമായിട്ട് ചെയ്ത് സ്ഥൂലശരീരം ശൂന്യതയിൽ നിന്നാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതെ അതെ. ഒരു സ്കെച്ച് പോലും ചെയ്യാറില്ല, ആ ശിലയിലാണ് സ്കെച്ച് ചെയ്യുന്നത്. നമ്മളൊരു സ്കെച്ച് ചെയ്ത് സൂക്ഷിക്കാറില്ല. ഇത് ഇതുപോലെ വേണം. അവിടെ ഇരിക്കുമ്പോൾ ഒരു ഭദ്രകാളി രൂപമാണെങ്കിൽ ഭദ്രകാളിയുടെ ധ്യാനമുണ്ട്. കാളിമേഘ സമപ്രഭാം തൃണേനാം വേതാളകണ്ഠസ്ഥിതാം ഖഡ്ഗംഗേട കപാലദാരിക ശിര കൃത്യാകരഗ്രേഷുജ ഭൂതപ്രേത വിശാചമാതസഹിത മുണ്ടസ്ത്രജാലങ്കൃതാം വന്ദേ ദുഷ്ടവസൂരികാതിവിപദാം സംഹാരിണിയും ഈശ്വരിയും. ആ ഭദ്രകാളി ദാരികവധം കഴിഞ്ഞ് നിൽക്കുന്ന ഒരു രൂപമാണ്. സംസ്കൃത ശ്ലോകമാണ്. അതെ അതെ. അതിനർത്ഥം മലയാളത്തിലുണ്ട്. അപ്പോൾ ആ അർത്ഥം മനസ്സിലാക്കി ദേവിക്ക് മുണ്ടമാല വേണം, കൊടുവാൾ വേണം, ദാരുക ശിരസ് ദാരുകൻ്റെ വധത്തിന് ശേഷം നിൽക്കുന്നതാണ്. ഇത്രത്തോളം പഠിച്ചതിന് ശേഷമാണ് തീർച്ചയായിട്ടും ശില്പകലയിലേക്ക് എത്തുന്നത്. അതെ അതെ അതെ. ഈ സംസ്കൃത ശ്ലോകങ്ങളും മലയാളത്തിലുള്ള അതിൻ്റെ അർത്ഥങ്ങളും ആ ശിലയിൽ പ്രകടിപ്പിക്കണം. അതുപോലെ തന്നെ അളവുകളുണ്ട്. ധ്വജോനിക്ക് യവക്കണക്കാണ് അളവുകൾ. പൊക്കത്തിൽ കൊടുക്കുന്ന അതായത് ഒരങ്ങലത്തിൻ്റെ 8/1 ഭാഗം യവം എന്ന് പറയുന്നത്. അപ്പോൾ ആ അളവുകൾ ഓരോ കിഴക്കേ പടിഞ്ഞാറ് തെക്കേ വടക്ക് 4 ദിശയിലോട്ട് അളവുകൾ കൊടുക്കാറുണ്ട്. ആ അളവുകൾ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കിഴക്കോട്ട് വരേണ്ട അളവിൽ മാത്രമേ വിഗ്രഹങ്ങൾ കിഴക്കോട്ട് കൊടുക്കാവൂ. പടിഞ്ഞാട്ട് വരേണ്ട അളവിൽ കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ പ്രശ്നമാവും. ആ കമ്മിറ്റിക്കാരോ അവിടുത്തെ ഓരോ പ്രശ്നങ്ങളോ ഉണ്ടായി എന്തെങ്കിലും ഒരു നാശം ഉണ്ടാവും ആ സ്ഥലത്ത്. അപ്പോൾ ശില്പി അതെല്ലാം ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. ശില്പിയുടെ ഒരു ചിന്തയും കാര്യവും ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവൃത്തി ചെയ്യുക എന്നുള്ളതാണ്. ആ പ്രവൃത്തി ചെയ്യുമ്പോഴേ ലോക നന്മയ്ക്കായിട്ട് ചെയ്യണം. അപ്പോൾ ലോക നന്മയ്ക്കായിട്ട് ചെയ്യുമ്പോഴേ ആ വിഗ്രഹം അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നവരുടെ ഹൃദയത്തിലാണ് അതിൻ്റെ ഐശ്വര്യം ഉണ്ടാകുന്നത്. അപ്പോൾ അവരുടെ ആ കാര്യസാധ്യം ക്ഷയത്തിൽ നിന്ന് മോചനം, അതിനാണ് ക്ഷേത്രത്തിൽ പോകുന്നത്. ആ വിഗ്രഹത്തിലേക്ക് തൊഴുമ്പോഴേ എല്ലാം ഭഗവാന് സമർപ്പിക്കുന്നു. നമുക്കൊക്കെ തോന്നാറില്ലേ, ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ടാൽ അദ്ദേഹത്തിൻ്റെ നെഞ്ചിലോട്ടൊന്ന് തലചായ്ക്കാൻ. അത്രയേറെ ദുഃഖങ്ങളുള്ള മനുഷ്യരാണിത്. ഇന്ന് ശ്രീകൃഷ്ണ ഭഗവാനെ കാണാറുണ്ടോ? ഇല്ല, അത് ഭക്തന്മാരുടെ ഹൃദയത്തിലാണ്. അതുപോലെ ആ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മുടെ ഹൃദയഭാരങ്ങൾ ഇറക്കി വയ്ക്കാൻ ഒരു ഫോർമുല അവിടെ ഉണ്ട്. അത് ഭഗവാൻ ഈശ്വരൻ. ആ ഈശ്വരൻ്റെ മുമ്പിൽ കുമ്പിടുമ്പോഴേ ആ വിഗ്രഹം അതുപോലെ ചൈതന്യമുള്ളതായിരിക്കണം. ആ മുഖത്തെ ഭാവവും ആ ചിരി. ഇപ്പോൾ ദുർഗാദേവി രൗദ്രമായിട്ട് ഭദ്രകാളി നിൽക്കുന്ന ഒരു രൂപമാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ശില്പി പണിയുമ്പോൾ അതിന് ദ്രംഷ്ടം ഒഴിവാക്കണം. നാക്ക് നീട്ടാൻ പാടില്ല. അനുഗ്രഹിക്കേണ്ട രീതിയിലാണ് ആ ദേവിയെ പണിത് വെക്കേണ്ടത്. അപ്പോൾ അതിന് ഒരു അനുഗ്രഹം ഉണ്ടാകും. ഭദ്രകാളിയെ വിഗ്രഹങ്ങളാണ് കൂടുതലിവിടെ ചെയ്യുന്നത്. അത് നമ്മുടെ ഈ ഭൂമിയിൽ കേരളക്കരയെല്ലാം ഭദ്രകാളിയുടെ ആൾക്കാരാണ് കേരളത്തിലുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള വിഗ്രഹങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റേതായ അനുഗ്രഹങ്ങൾ ജനങ്ങൾക്ക് ഉണ്ടാവുന്നു എന്നുള്ളത് മനസ്സിൽ തോന്നിച്ച് തൃപ്തിയായിട്ട് വിഗ്രഹങ്ങൾ കൊടുക്കാറ്. പിന്നെ ക്ഷേത്രത്തിൽ പോകാറില്ല എന്ന് പറഞ്ഞതിൻ്റെ ഒരു ഉത്തരവെന്ന് പറഞ്ഞാൽ, നമ്മൾ പഴയ കാലം മുതൽ എൻ്റെ അച്ഛനും അപ്പൂപ്പനും ഒന്നും ക്ഷേത്രത്തിൽ പോയി ഇങ്ങനെ വണങ്ങി കുഞ്ഞ് നിൽക്കാറില്ല. അവർ രാവിലെ നിലവിളക്ക് കത്തിച്ച് വെച്ച് ഈറനോടുകൂടി അവിടെ അവരുടെ മന്ത്രങ്ങളും ശ്ലോകങ്ങളും ഒക്കെ ചൊല്ലും. സൂര്യനെ വരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ജോലിയിലേക്ക് ഇറങ്ങുന്നത്. അവർ ഈ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ ആ കുട്ടി എഴുന്നേറ്റ് അവിടെ നിൽക്കണം, അച്ഛൻ പോകുന്നെന്ന് പറഞ്ഞുകൊണ്ട്. ഒരിക്കലും മറ്റൊരു വ്യക്തിയല്ല അച്ഛൻ, ഈ നിർമ്മിച്ച ഒരാളാണ്. അപ്പോൾ ഇദ്ദേഹം പോയാൽ എഴുന്നേറ്റ് നിൽക്കുമ്പം ഇരുത്തണമെങ്കിൽ ഒരു പ്രത്യേക കർമ്മങ്ങളൊക്കെ ചെയ്തെങ്കിൽ അതവിടെ തെളിഞ്ഞ് കാണാം. അപ്പോൾ ശില്പി പോകുകയല്ല അവിടെ കർമ്മത്തിനോ പൂജയ്ക്കോ നമ്മുടെ പ്രാർത്ഥനയോ ഒക്കെ അവിടെ പറയാറില്ല. നമ്മുടെ വീട്ടിലുണ്ട് ഒരു ആചാര അനുഷ്ഠാനത്തോടു കൂടി പ്രാർത്ഥിക്കാനുള്ള ഒരു സ്ഥലം, ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ള മന്ത്രങ്ങൾ ശ്ലോകങ്ങൾ എല്ലാം പുരാതനമായിട്ട് എല്ലാവരും പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അതൊക്കെ രഹസ്യമാണ്. അതെല്ലാം ചൊല്ലി സൂര്യൻ്റെ മന്ത്രവും ചൊല്ലിയിട്ടാണ് അകത്തേട്ട് കയറുന്നതും പിന്നെ ജോലിക്കിറങ്ങുന്നത്.
10,000-ത്തിലധികം ക്ഷേത്രവിഗ്രഹങ്ങൾ നിർമ്മിച്ച ഒരു അത്ഭുത മനുഷ്യനാണ്. കോടിക്കണക്കിന് ആളുകൾ തൊഴുന്ന പ്രാർത്ഥനയോടെ നിൽക്കുന്ന ക്ഷേത്രവിഗ്രഹങ്ങൾ നിർമ്മിച്ച ഒരു അത്ഭുത മനുഷ്യൻ. ഇദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞത് അതിയായ സന്തോഷമുണ്ട്. ഇദ്ദേഹം ഇപ്പോഴും ഈ ജോലി വളരെ സന്തോഷപൂർവ്വം തുടർന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവിധ ഭാവങ്ങളും.